ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാം ഭഗവത്ഗീതയിലെ സമദർശിത്വം എന്നൊരു ശബ്ദം നമുക്ക് പഠിക്കാനിടയായി. എന്താണ് ഈ സമദർശിത്വം? സമദർശിത്വം എന്നത് ചർച്ച ചെയ്യേണ്ട ഒരു ആശയമല്ല, മറിച്ച് അത് ആത്മാവിൻ്റെ തലമാണത്രേ. അതൊരു അനുഭവമാണ്, അനുഭൂതിയാണ്. അത് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് അപൂർണമായിരിക്കും. അതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ അറിവിനായി ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളെ വീക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് നമ്മുടെ സദ്ഗുരുവായ അമ്മയെ ഒന്ന് വീക്ഷിക്കാം. അമ്മയുടെ ദർശനം തന്നെ ഒരു മഹാ അദ്ഭുതമാണ്. സമദർശനത്തിൻ്റെ മകുട ഉദാഹരണമാണ്. ഏതു തരത്തിൽപ്പെട്ടവർക്കും അമ്മയുടെ മടിത്തട്ടിൽ ഒരു ഇടമുണ്ട്. അമ്മ കുഷ്ഠരോഗിയെ പോലും കെട്ടിപ്പുണർന്ന് ചലം വമിക്കുന്ന വ്രണങ്ങൾ നക്കി സുഖപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് മാറാനേ കൂട്ടാക്കുന്നില്ല. ആ സന്നിധിയിൽ നിന്ന് ആരെയും അമ്മ മാറ്റി നിർത്തുന്നില്ല. പക്ഷി മൃഗാദികളെ പോലും ആ ആലിംഗനത്തിന് ആശ്രമത്തിലെ പശുവും നായയും ഒക്കെ പാത്രമാണ്. അമ്മയുടെ ആലിംഗനത്തിന് അവരൊക്കെ പാത്രമാണ്. സർവാശ്ലേഷിയായ അമ്മയുടെ സ്നേഹത്തിന് ഓരോ ജീവനും അർഹനാണ്. അതേസമയം ഓരോ വ്യക്തിയുടെയും തലത്തിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ സംസ്കാരവും അഭിരുചിയും അറിഞ്ഞ് വ്യവഹരിക്കുവാനും അവരെ നയിക്കുവാനും അമ്മയ്ക്ക് സാധിക്കുന്നു. രാഷ്ട്രത്തലവന്മാർ മുതൽ കൂലിപ്പണി എടുക്കുന്നവർ വരെ അമ്മയിൽ നിന്നും ഒരേ സ്നേഹം ഏറ്റുവാങ്ങുന്നു. ഒപ്പം അവരവരുടെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരം കാണുകയും ചെയ്യുന്നു. ജീവജാലങ്ങളുമായി മാത്രമല്ല, മൊത്തം പ്രപഞ്ചവുമായുള്ള താദാത്മ്യമാണ് അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അമ്മ യാത്ര ചെയ്യുമ്പോൾ റോഡരികിലുള്ള പൈപ്പിലൂടെ വെള്ളം വാർന്നൊഴുകുന്നെങ്കിൽ വാഹനം നിർത്തി ആ പൈപ്പ് അടപ്പിക്കും. പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നത് കാണുമ്പോൾ തൻ്റെ കൈ മുറിഞ്ഞു രക്തം വാർന്നു പോകുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്നാണ് അമ്മ പറയാറുള്ളത്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ജീവരാശിയോടും പ്രകൃതിയോട് തന്നെയും അമ്മയ്ക്കുള്ള ഏകത്വഭാവമാണ്. വൃക്ഷലതാദികളെ അമ്മ തൊട്ട് നമസ്കരിക്കും. എല്ലാ വസ്തുക്കളെയും നമസ്കരിക്കും. യാത്ര ചെയ്യുന്ന വാഹനത്തെ അമ്മ ബഹുമാനിക്കും. കാരണം അമ്മയ്ക്കത് കേവലം ഒരു യന്ത്രമല്ല, അതിലെ ആദി ദൈവീക ഭാവത്തെയാണ് അമ്മ കാണുന്നത്. ചുരുക്കത്തിൽ സർവാത്മാഭാവന അല്ലെങ്കിൽ സമദർശത്വം ഈ രീതിയിൽ സ്പഷ്ടമായി വിപുലമായി പ്രകടമാകുന്നത് മറ്റെങ്ങും കാണുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മഹാത്മാക്കളുടെ അഭിപ്രായത്തിൽ വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണൻ സത്വഗുണപ്രധാനനാണ്. നല്ല സ്വഭാവവിശേഷങ്ങൾക്കുടമയാണ്. പശുവിൽ രജോ ഗുണമാണ് മുന്നിൽ, സത്വഗുണം പിന്നിലാണ്. ആനയിൽ തമസാണ് അധികരിച്ചിരിക്കുന്നത്. ചണ്ടാളനാണെങ്കിൽ തമസിന്റെ മൂർത്തിയാണ്. സത്വഗുണം വളരെ പിന്നിലാണ്. എന്നാൽ സമദർശിയായ ജ്ഞാനി ഈ ഗുണങ്ങൾക്ക് അതീതനാണ്. അവരെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ നമുക്ക് കഴിയില്ല. സർവചരാചരങ്ങളും ഈ പ്രപഞ്ചം തന്നെയും ത്രിഗുണാത്മിക ആയിരിക്കുമ്പോൾ മഹാത്മാക്കൾ ഗുണാതീതരായിരിക്കുന്നു. ഗുണങ്ങൾക്കതീതമായി ജീവരാശിയിൽ കുടികൊള്ളുന്ന ഏകമായ ചൈതന്യത്തെ കാണുവാൻ അവർക്ക് കഴിയുന്നു. മഹാത്മാക്കളിൽ സഹജമായുള്ളത് നമുക്ക് അഭ്യാസത്തിനുള്ള രൂപരേഖയാണ് എന്നത് ആചാര്യസമ്മതമായ വസ്തുതയാണ്. ഒരു മഹാത്മാവിനുള്ളതുപോലെ സമദർശനം നമുക്ക് സാധിക്കുകയില്ലെങ്കിലും അതിലേക്കുള്ള ചവിട്ടുപടി എന്നോണം സഹിഷ്ണുതയും സഹാനുഭൂതിയും ബോധദയവും മറ്റും അത്യാവശ്യം നമ്മൾ ശീലിച്ചിരിക്കണം. സനാതനധർമ്മത്തിൽ ജീവജാലങ്ങൾ മാത്രമല്ല, നദിയും തടാകവും പാറയും മലയുമെല്ലാം പൂജയ്ക്ക് അർഹരാണ്. കാരണം ഈശ്വര ചൈതന്യം ഇല്ലാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല.
തമോ ഗുണത്തെ കുറച്ച് സത്വഗുണം വർദ്ധിപ്പിക്കുവാനും ഹൃദയശുദ്ധിക്കും ഈ അഭ്യാസ രൂപത്തിലുള്ള സർവാത്മാ ഭാവന ഉപകരിക്കും. മഹാത്മാക്കളെ മാതൃകയാക്കിക്കൊണ്ട് അമ്മ കാട്ടിത്തന്ന വഴിയെ സഞ്ചരിച്ചും കൊണ്ട് സമത്വ ദർശനം അഭ്യസിച്ചും കൊണ്ട് ഹൃദയശുദ്ധി നേടി ഈശ്വരനെ അറിയാൻ നമുക്ക് ശ്രമിക്കാം. മുക്തരാകാം. ഹരി ഓം നമഃ ശിവായ.